ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ പുറത്ത് നിന്നാട്ട് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. റൂമിൻ്റെ അകത്ത് എൻ്റെ ഇളയ കുട്ടി ഉറങ്ങുമല്ലേ, ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. താഴെ വന്ന് ഇന്നലെ ചൂടുവെള്ളത്തിൽ ഞാൻ ഉലുവായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ആ വെള്ളം കുടിക്കുവാണ്. ഇതുകൊണ്ടോ പുറത്തോട്ട് നോക്കിക്കേ, നല്ല മഴയുണ്ട് കേട്ടോ, നല്ല മഴയാണ്. ഇപ്പം ഞാൻ ആടൻകുട്ടനെയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി അവനെ ഒന്ന് മഴയൊക്കെ കാണിക്കുമായിരുന്നു. അവനെ നിലത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്തോട്ട് ഓടുകയെ, അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വീഡിയോയ്ക്കകത്ത് അവന് കിട്ടുകയും വേണ്ടേ, അവന് പുറത്തോട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം കുറച്ചൊക്കെ ഒന്ന് എടുത്തിട്ട് എൻ്റെ ടിഫിൻ ബോക്സൊക്കെ ഞാൻ പാക്ക് ചെയ്തു. അതൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ടൈമില്ലായിരുന്നു കേട്ടോ, സോറി ക്ഷമിക്കണേ. ഇന്ന് ഗോതമ്പടയാണ്. അപ്പം ഗോതമ്പട നൈസായിട്ട് പരത്തിയ ഗോതമ്പടയാണ്. അതൊക്കെ കഴിച്ചു. ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് ബാഗിൽ വെച്ചു. വെള്ളം, കുട, സ്പെക്സ് ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ട് ബാഗ് ക്ലോസ് ചെയ്യുവാണ്. ഇതെല്ലാം ഞാൻ അതുകൊണ്ട് ക്ലോസ് ചെയ്ത് വെക്കും, എന്നാലും ഉള്ളൂ കറക്റ്റ് സമയത്തിന് എനിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. അതിൻ്റെ ഇപ്പുറം തന്നെ ബാഗ് ക്ലോസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരുങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങിയാൽ മതി, പെട്ടെന്ന് ഒരുങ്ങും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ എനിക്ക് 50 മിനിറ്റ്സാണ് മാക്സിമം കേട്ടോ, മിനിമം അതിൽ കുറവാണ് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ഒരുങ്ങി പുറത്തിറങ്ങിയപ്പോൾ ആൾ ടാറ്റയൊക്കെ പറയുന്നുണ്ട്, അമ്മ ടാറ്റ, ഉമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറത്തോട്ട് പോകുന്ന റോഡ്. വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് കുറച്ച് മുന്നോട്ട് കല്ലുഭാഗ്യ റോഡാണ്. അത് എനിക്ക് മെയിൻ റോഡിലോട്ട് നടക്കാനുണ്ട്. ഇതുണ്ടോ ഇപ്പോൾ കാണിച്ചത്, വട്ടം കറങ്ങി കാണിക്കാം. എങ്ങനെയുണ്ട്? ഇന്ന് എനിക്കൊരു KSRTC ആണ് കിട്ടിയിരിക്കുന്നത്. പ്രിയദർശിനി സൗജന്യ യാത്രയുണ്ട്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലാണ് കേട്ടോ, കോളേജിലല്ല, ഹോസ്പിറ്റലിൽ ഇറങ്ങി. കൊയിലി ഹോസ്പിറ്റലിൽ പിള്ളേരെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ലിഫ്റ്റ് വർക്കിംഗ് അല്ലാത്തല്ല, ഓഫാക്കി ഇട്ടിരിക്കുകയാണ്, അവിടെ പേഷ്യൻസ് ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഞാൻ നടന്ന് കയറുവാണ്. അസൈൻ ചെയ്യാൻ വേണ്ടി റെഡ് പെന്ന്, ബ്ലൂ പെന്ന്, മാസ്ക്, കോട്ടൊക്കെ ഇട്ടു, മുടി വട്ടത്തിൽ ടൈ ചെയ്തു, സ്പെക്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ പോയി പിള്ളേരെ അസസ്സൊക്കെ ചെയ്തിട്ട് വരാം. ഞാൻ ലിഫ്റ്റ് യൂസ് ചെയ്യും കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഓരോ വാർഡിലായിരിക്കുമല്ലോ. അപ്പം ഓരോ വാർഡിൽ പോകുമ്പോഴെല്ലാം നമ്മൾ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങി എൻ്റെ കാലിന് വേദനയായിരുന്നേ. പിന്നെ എൻ്റെ വീട്ടിലും എൻ്റെ റൂം മുകളിലാണല്ലോ, അപ്പോൾ ആ സ്റ്റെപ്പും കയറി ഇറങ്ങി കാലിന് നല്ല മസിൽ പെയിൻ ഉണ്ട്. ഞാൻ ഡോക്ടറെയൊക്കെ കാണിച്ചു, അപ്പം മസിൽ സ്ട്രെയിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ലിഫ്റ്റ് യൂസ് ചെയ്യണം, മാക്സിമം സ്റ്റെപ്പ് കയറാതിരിക്കാൻ പറ്റുവാണെങ്കിൽ കയറരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒരു ഫ്ലോർ ആണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ ഞാൻ ലിഫ്റ്റ് യൂസ് ചെയ്യും. വീട്ടിൽ പിന്നെ ലിഫ്റ്റ് ഇല്ലല്ലോ, അപ്പോൾ എന്തായാലും ആ ഒരു സ്റ്റെപ്പ് നമുക്ക് കയറണം. അസൈൻമെൻ്റൊക്കെ നോക്കി പിള്ളേർ പേഷ്യൻസിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷൻ നോക്കുവാണ്. ഞാൻ അവരുടെ എല്ലാം കഴിഞ്ഞിട്ട് പിള്ളേരുടെ എല്ലാ പരിപാടിയും വൈവേ ഉണ്ടായിരുന്നു, അസൈൻമെൻറ്റ് നോക്കാനുണ്ടായിരുന്നു, കുറച്ച് അവർക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലോട്ട് പോവാണ്. റൂമിൽ ചെന്നപ്പം ക്ലീനിങ് ആയിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് കൊളീഗ്സ് പുറത്തിരുന്ന് സംസാരമാണ്, ഒന്നുമില്ല, കുട്ടികളുടെ പെർഫോമൻസിനെ പറ്റിയൊക്കെയാണ്. അപ്പം വേറൊരു ബാച്ചിലെ സ്റ്റുഡൻസും ഉണ്ട്, ഞാൻ പോകുന്ന ബാച്ചിലെ സ്റ്റുഡൻസും ഉണ്ട്. അപ്പം ഞങ്ങൾ പിള്ളേരെങ്ങനെയുണ്ട്, അവർ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. മറ്റുള്ള കൊളീഗ്സുമായിട്ട് ഞങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ്, എങ്ങനെയുണ്ട് കുട്ടികൾ എല്ലാം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ക്യാപ്ചർ ചെയ്തില്ല. പോകാൻ വേണ്ടി കീ പൂട്ടി വെക്കേണ്ട സ്ഥലത്ത് വെച്ചു. ഞാൻ പുറത്തിറങ്ങി. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ പുറത്തെ ഒരു വ്യൂ കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഈ പുറത്തോട്ട് ഇറങ്ങിയാൽ തന്നെ ഇതുണ്ടോ, മെയിൻ റോഡാണ്, ഫ്രണ്ടിൽ തന്നെ മെയിൻ റോഡാണ്. ഇച്ചിരി ഒന്ന് മുന്നോട്ട് എനിക്ക് നടക്കണം, ബസ് സ്റ്റോപ്പിലോട്ട് മുന്നോട്ട് നടന്നപ്പം ഗ്രീൻസിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, എല്ലാം അവൈലബിൾ അല്ലേ അവിടെ. ബേക്ക് സ്റ്റോറി ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പ്. എങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഒന്നും മേടിച്ച് കഴിക്കാതിരിക്കും അല്ലേ, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് നേരം നിൽക്കണം ബസ് നോക്കി. ബസ് കയറി. നല്ല സ്പീഡാണ് ഈ ബസ്സിന്, അതുകൊണ്ട് കയറിയാൽ വീട്ടിലെത്തുന്നത് 1 മണിക്കൂറുണ്ടെങ്കിലും ആ ഒരു മണിക്കൂറൊന്നും നമ്മൾ അറിയാനില്ല. ഇന്ന് ഉഴുന്നുവടയും ഉള്ളിവടയും ഉണ്ട് ചായക്ക്, അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയില്ല, ഇത് മതിയല്ലോ. അതൊക്കെ കഴിച്ചു. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല, കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും ക്യാപ്ചർ ചെയ്യില്ല. ഉറങ്ങാൻ പോവാണ് കേട്ടോ.
ബൈ ബൈ, ഗുഡ് നൈറ്റ്.